ട്രീറ്റ്മെന്റ് കൊണ്ട് ആ പദ്ധതിയാണ് അട്ടിമറിച്ചത്. മാത്രമല്ല വെള്ളം അടിച്ചു കയറ്റി ഇവിടുത്തെ ജനങ്ങളുടെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാനുള്ള പുതിയ നൂതനമായ പദ്ധതി LDF ഗവൺമെന്റ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. വളരെ പെട്ടെന്ന് അത് നടപ്പാക്കും. ശാശ്വതമായി വെള്ളത്തിനുള്ള പ്രശ്നം പരിഹരിക്കപ്പെടും. പുതിയ പദ്ധതിയുമായി വന്ന് നിങ്ങൾ ഈ നുണ പറയുന്നത് എത്ര നാളായി പറഞ്ഞു തുടങ്ങിയിട്ട്? ആദ്യം ജനങ്ങൾക്ക് വെള്ളം കൊടുത്തതിന് ശേഷം വ്യവസായത്തിന് കൊണ്ടുപോകാം. രാജീവ് അതല്ല വ്യക്തമായി അറിയേണ്ടത് PT തോമസിന് തൃക്കാക്കര മണ്ഡലത്തിൽ കുടിവെള്ള പദ്ധതി ഉണ്ടായിരുന്നു ഒരു കുടിവെള്ള പദ്ധതി PT തോമസിന് ഉണ്ടായിരുന്നു. കിഫ്ബിനെ ഏറ്റവും കൂടുതൽ എതിർത്തത് ശ്രീ PT തോമസ് ആണ്. ഈ കിഫ്ബി പ്രകാരം കേരളത്തിലെ മുഴുവൻ മണ്ഡലങ്ങളിലും കുടിവെള്ള ക്ഷാമം പരിഹരിക്കപ്പെട്ടു. എന്തുകൊണ്ട് ഒരു പദ്ധതി ഇവിടെ സജസ്റ്റ് ചെയ്തില്ല? അദ്ദേഹത്തിന്റെ ഭാര്യയാണ്. അല്ല, കിഫ്ബി പദ്ധതി എതിർത്തതുകൊണ്ടാണോ ഇത് സംഭവിച്ചതെന്നാണ് ചോദ്യം. രാഷ്ട്രീയ വൈരാഗ്യം നിങ്ങൾ തീർക്കും. PT തോമസ് എതിർത്താലും കിഫ്ബിയുടെ പദ്ധതിയുടെ പേരിൽ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ പാടുണ്ടോ? ഒരു പദ്ധതി ഇവിടെ നിന്ന് സജസ്റ്റ് ചെയ്യണ്ടേ? ഒരു പദ്ധതിയുടെ നിർദ്ദേശം വെക്കണ്ടേ? ഒരു രൂപ പോലും സ്വീകരിക്കില്ല പറഞ്ഞതാ. ഒരു രൂപ പോലും സ്വീകരിക്കില്ല എന്ന് പറഞ്ഞ ചുറ്റുപാടും തൃപ്പൂണിത്തുറ ഇതൊക്കെ M സ്വരാജ് MLA ആയിരുന്നു. അവിടെ രാമമംഗലം പുഴയിൽ നിന്ന് കോടിക്കണക്കിന് ടൺ വെള്ളം ഇങ്ങോട്ട് സപ്ലൈ ചെയ്ത് ടൗണിലെ കോർപ്പറേഷൻ അതിർത്തിയിലെ മുഴുവൻ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നത് ഈ തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ നിങ്ങൾ ഒരു പദ്ധതി പോലും ഇവിടെ സജസ്റ്റ് ചെയ്തില്ല. ഒരു ഒറ്റ പദ്ധതി. അതാണ് അടുത്ത ചോദ്യമുള്ളൂ. ഇപ്പോഴെങ്കിലും ഇപ്പോഴത്തെ MLA ആ തെറ്റ് തിരുത്തുമോ? അല്ല, കിഫ്ബി എതിർക്കുന്ന പരിപാടി രാഷ്ട്രീയമായി കേരളത്തിന്റെ സാമ്പത്തിക നിലയ്ക്ക് ചേരാത്ത വിധത്തിലുള്ള പദ്ധതികളുമായി അതാണ് കുടിവെള്ള പ്രശ്നമായി LDF അവതരിപ്പിക്കുന്നത്. കുടിവെള്ളം മാത്രമല്ല, സജി ഒരു ചോദ്യം ചോദിക്കാനുണ്ടായിരുന്നു. തീർന്നില്ല. മാലിന്യ പ്രശ്നത്തിന് ബ്രഹ്മപുരത്താണ് നമ്മൾ ഇത് ചെയ്തിരുന്നത്. കൊച്ചിൻ കോർപ്പറേഷൻ അവിടെ തീ പിടിച്ചതിന് ശേഷം ഇപ്പോ BPCL-മായി കരാർ ഒപ്പിട്ട് അവിടെ തൃക്കാക്കരയോട് കൂടി മാലിന്യം സംസ്കരിക്കാനുള്ള ഇടം തരണം എന്നാവശ്യപ്പെട്ടിട്ട് സർക്കാർ സമ്മതിക്കുന്നില്ല. പകരം ഇനിയിപ്പോ ഇല്ലെങ്കിൽ BPCL-ന് അധികമായി ചെലവാകുന്ന തുക കൊടുക്കാൻ ഈ മുനിസിപ്പാലിറ്റി തയ്യാറാണെന്ന് പറഞ്ഞു. സമ്മതിക്കുന്നില്ല. ഇനി ഇല്ലെങ്കിൽ ബ്രഹ്മപുരത്ത് കുറച്ച് സ്ഥലമെങ്കിലും ഞങ്ങൾക്ക് തന്നാൽ ഒരു പ്ലാന്റ് ഞങ്ങൾക്ക് വേണ്ടി മാത്രം ഞങ്ങൾ ഉണ്ടാക്കാം എന്ന് മുനിസിപ്പാലിറ്റി പറഞ്ഞു. സർക്കാർ സമ്മതിക്കുന്നില്ല. ഈ പദ്ധതികളെ മുഴുവൻ തുടക്കം വെക്കുന്നത് ഇവരാണ്. അത് വളക്കി വാങ്ങിയ സ്ഥലം BPCL-ന് കൊടുക്കാം, മുനിസിപ്പാലിറ്റി കൊടുക്കാൻ പാടില്ല. മുനിസിപ്പാലിറ്റിക്ക് വിലക്ക് നിങ്ങൾ സ്ഥലം കണ്ടെത്താത്തത് എന്തുകൊണ്ടെന്നാണ് ചോദ്യം. പോലെ ആളുകൾ തിങ്ങി താമസിക്കുന്ന പ്രദേശം അത്തരം ഒരു പ്ലാന്റ് സ്ഥാപിക്കാൻ സ്ഥലം കിട്ടാൻ കുഴപ്പമില്ല. എങ്കിൽ ഇങ്ങോട്ട് കൊച്ചി കോർപ്പറേഷൻ സ്ഥലം കണ്ടെത്താതെ അതുപോലെ നിങ്ങൾക്ക് തരണം എന്നുള്ളതാണ്. ശരി.